ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ കിട്ടില്ലേ നല്ല ടേസ്റ്റുള്ള ഗ്രേവിയുടെ ടൈപ്പിൽ കറി, അങ്ങനത്തെ കറി കേട്ടോ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളമൊന്നും ഇല്ലാതെ എടുക്കണം കേട്ടോ. വെള്ളം പോകാണ്ട് കുറച്ച് നേരം മാറ്റി വെച്ച ശേഷം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി അല്ലെങ്കിൽ മുളക് പൊടിയെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറില്ല കേട്ടോ, സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് മുളക് പൊടി വേണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ആ സമയം കൊണ്ട് ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 10-12 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് സൈഡിലേക്ക് വെക്കുക. സുഖ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. ഇത് നമുക്ക് പേസ്റ്റായിട്ട് എടുക്കണേ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് അരച്ച് കൊടുക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടേ. ഇങ്ങനെ നമ്മൾ ചിക്കനെല്ലാം കൂട്ടി ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഇത് നമുക്ക് അപ്പം, ചപ്പാത്തി, ഇടിയപ്പം അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ. ബട്ടൂരൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്കൊരു 2 സവോള ഞാൻ പൊടിയായിട്ട് കട്ട് ചെയ്തില്ലേ അങ്ങനെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. വലിയ സവോളെങ്കിൽ 2 എടുക്കാം കേട്ടോ. ചെറുതെങ്കിൽ ഒരു 3 എടുത്താൽ മതി. എന്നിട്ട് കുഞ്ഞിനായിട്ട് അറിയില്ലേ അങ്ങനെ ചെയ്തിട്ട് അറിയാം കേട്ടോ. ഇങ്ങനെ ഇത് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കുക. നമ്മൾ ആ സവോളൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വാടി വരും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടികളുണ്ട് സ്മെല്ല് മാറിയ ശേഷം നമുക്ക് പച്ചമണം മാറിയ ശേഷം നമുക്കിതിലേക്ക് 1 തക്കാളി പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ട് ചേർക്കുക കേട്ടോ. ആ തക്കാളിയുടെ പച്ചമണം ഉണ്ടാവില്ല, അതൊക്കെ പോയി കിട്ടണം കേട്ടോ. ആ സമയം വరకు ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണേ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനുശേഷം മാത്രം ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചിക്കൻ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. ഇനി 2 മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്ന പേസ്റ്റിലില്ലേ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ട ഒരു 3-4 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ.
മറ്റേ കാഷ്നട്ട് പേസ്റ്റ് ഇല്ലേ, അതാണ് കേട്ടോ. നമ്മൾ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചില്ലേ, അതാണ് കേട്ടോ. ഇനി അതേപോലത്തെ ഒരു 4 ടേബിൾ സ്പൂൺ തൈര് കേട്ടോ, കട്ട തൈര് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ പൾസ് ചെയ്തിട്ട് കൊണ്ടുവന്ന ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കണ്ട, ഇങ്ങനെ വേണേ. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കണ്ട, ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഗസ്റ്റ് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. എരിവ് കുറവുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനത്തെ ടൈപ്പ് കേട്ടോ, നല്ല ഗ്രേവി ടൈപ്പുള്ള ഉണ്ടാവില്ലേ, അങ്ങനെയുണ്ടേ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1.5 കപ്പ് ഒഴിച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചിക്കനൊന്നും കുക്കായിട്ടില്ലല്ലോ, ശാല ഫ്രൈ മാത്രം ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് കാരണം ഒന്ന് കുക്കായിട്ട് ഈ മസാലയൊക്കെ നമ്മൾ ചിക്കനിലൊക്കെ പിടിച്ചിട്ടേ, അതുകൊണ്ട് കേട്ടോ. ഇടയ്ക്ക് മൂടി വയ്ക്കുക, അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് എടുക്കുകയെ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. കണ്ട, നമ്മൾ കറി. ഇനി ഇതിലേക്ക് കുറച്ചും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എരിവ് കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ലാസ്റ്റിൽ ടേസ്റ്റ് നോക്കുക, ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയേ. അതിനുശേഷം കുറച്ച് മല്ലിയിലയും പിന്നെ കസ്തൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷനാണേ, എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 2-3 മിനിറ്റ് ശേഷം അന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് സർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇത്രയെല്ലാം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.